മാം വിദ്ധി എന്ന ഒറ്റ വാക്കിൽ നിന്നും രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം വരരുചിക്ക് ലഭിക്കുകയാണ് ചെയ്തത്. ആ ശ്ലോകത്തിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യമടവീം വിദ്ധി ഗച്ഛതാഥ യഥാസുഖം. ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. വരരുചിക്ക് മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ തന്നെ വരരുചി വിക്രമാദിത്യ രാജാവിനടുത്തേക്ക് എത്തി ഈ ഒരു ശ്ലോകം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു. അദ്ദേഹം വളരെ സന്തോഷവാനായി. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. രാമലക്ഷ്മണന്മാർ വനവാസത്തിന് പോകുന്നതിന് മുമ്പ് ദശരഥ പത്നിയായ സുമിത്ര തൻ്റെ മകനായ ലക്ഷ്മണനോട് പറയുന്ന കാര്യമാണിത്. രാമം ദശരഥം വിദ്ധി, രാമനെ അച്ഛനായി കാണുക. മാം വിദ്ധി ജനകാത്മജ, സീതയെ അമ്മയായി കാണുക. അയോധ്യമടവീം വിദ്ധി, വനത്തെ കാടിനെ അയോധ്യയായി കണക്കാക്കുക. ഗച്ഛതാഥ യഥാസുഖം, സുഖമായി പോയി വരിക മകനെ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. അങ്ങനെ വരരുചിക്ക് രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് മനസ്സിലാക്കുന്നത് ആ വനദേവതയുടെ വാക്കുകളിൽ നിന്നാണ്. അന്ന് വനദേവതമാർ പ്രവചിച്ച ഒരു കാര്യമുണ്ട്. ആ പറയ സമുദായത്തിലുണ്ടായ കുഞ്ഞിനെ ഭാവിയിൽ ബ്രാഹ്മണനായ വരരുചി വിവാഹം ചെയ്യുമെന്ന്. അതുപോലെ തന്നെ സംഭവിക്കാനുണ്ടായത്. പറയിലുണ്ടായ പഞ്ചമി എന്ന സ്ത്രീയെയാണ് വരരുചി വിവാഹം കഴിക്കുന്നത്. അതിലുണ്ടായ മക്കളാണ് പറയിപ്പറ്റ പന്തിരുകുലം എന്ന് പിന്നീട് അറിയപ്പെട്ടത്.